ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് 4 മണിക്കൊക്കെ ചായയോടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതിന് അരിപ്പൊടി മാത്രം മതി നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ. അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ വേണം കുഴച്ചെടുക്കാൻ. സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. നല്ല തിളച്ച വെള്ളമല്ലേ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകയിൽ കുറച്ച് അരിപ്പൊടി വിതറിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് അരിപ്പൊടി വിതറിയിട്ട് പരത്തിയാൽ മതി. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം. അതിനുശേഷം നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. എല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലെ കുത്തിട്ട് കൊടുക്കാം. നമ്മൾ ഈ എണ്ണയിലിട്ട് വറക്കുമ്പോൾ ഇത് പൊള്ളി വരാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഇതുപോലെയാണ് എല്ലാം കുത്തിട്ടെടുക്കേണ്ടത്. ഇനി നമുക്ക് ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാട്ടോ. 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്